സർ, പാർലമെന്റിൽ വർഷകാല സമ്മേളനം സ്തംഭനാവസ്ഥയിലാണ്. ഒരു തരത്തിലും ചോദ്യോത്തരവേള പുരോഗമിക്കാനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനോ സാധിക്കുന്നതല്ല. അത് നടക്കുന്നു പോലുമില്ല എന്ന് പറയാം. പ്രതിപക്ഷ ബഹളം. അതിനേക്കാളൊക്കെ ഉപരിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ പാർലമെന്റിലേക്ക് എത്തുന്നില്ല എന്നതും വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. പാർലമെന്റിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ചട്ടക്കൂടുകൾ ഭേദിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം പ്രവൃത്തികളെ എങ്ങനെ വിലയിരുത്താം? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ട്. ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യം ആണ് മറ്റു രാജ്യങ്ങളിലെ ജനാധിപത്യത്തിന്റെ മുകളിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ പല ആവർത്തി എല്ലാ ദിവസവും പറയാറുമുണ്ട്. പാർലമെന്റിനോടാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് ആഭിമുഖ്യം വരേണ്ടത്. ഈ പാർലമെന്റ് സമ്മേളനം നോക്കുക, വർഷകാല സമ്മേളനമാണ്. ജൂലൈ 24 മുതൽ ഈ വർഷകാല സമ്മേളനം നേരാം വണ്ണം ഒരു ദിവസം പോലും നടന്നിട്ടില്ല. പ്രതിപക്ഷം രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള കാരണം പരീക്ഷാ ക്രമക്കേട്, അതിനെതിരായിട്ടുള്ള CJP യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭം, അതിനു നേരെ ഉണ്ടായിട്ടുള്ള ഭീകരമായ പോലീസ് അതിക്രമം, പാർലമെന്റ് മാർച്ച് നടന്ന സമയത്ത് പെല്ലറ്റ് ഉപയോഗിച്ചു പോലും വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെച്ചു. അതിന് ഉത്തരം നൽകേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അമിത്ഷാ ഇന്ന് 9ാം ദിവസവും പാർലമെന്റ് നടപടികളിൽ പങ്കെടുത്തിട്ടില്ല. പാർലമെന്റിൽ വന്ന് അദ്ദേഹം പോവുകയാണ്, അകത്തേക്ക് കയറുന്നില്ല. രാജ്യസഭയിലേക്കോ ലോക്സഭയിലേക്കോ കയറുന്നില്ല. ഭരണത്തലവനായ പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് എത്തി നോക്കുന്നില്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ദീർഘകാലം സമ്മേളനങ്ങളിൽ നിന്ന് മനഃപൂർവ്വമാണ് വിട്ടു നിൽക്കുന്നത്. പക്ഷെ ഇതേ സമയം തന്നെ പാർലമെന്റിൽ പറയേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരമായി അല്ലെങ്കിൽ ചർച്ചകൾക്ക് മറുപടിയായി അല്ലെങ്കിൽ സ്വമേധയാ പ്രസ്താവന നടത്തി പറയേണ്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി പാതിരാത്രിയിൽ 5 ഇൻസ്റ്റാ റീലുകളിലൂടെയാണ് പറഞ്ഞത്. ഇത് ജനാധിപത്യ സംവിധാനത്തെ, പാർലമെന്ററി ഡെമോക്രസിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ പ്രതിപക്ഷം ഇതിനെ നേരിട്ട രീതി അതിനേക്കാട്ടിലും മോശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർലമെന്റിൽ ചർച്ചകളിൽ പങ്കെടുക്കുക, പ്രതിഷേധം വ്യവസ്ഥാപിതമായി രേഖപ്പെടുത്തുക എന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടത്. അല്ലാതെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഇവിടെ നമ്മുടെ EP ജയരാജനും V ശിവൻകുട്ടിയും നടത്തിയതുപോലെ മുഴുവൻ അലങ്കോലപ്പെടുത്തി ഉപകരണങ്ങൾ പോലും കേടാക്കി അത് അടിച്ചു പിരിയുക എന്നുള്ളതല്ല പ്രതിപക്ഷം പാലിക്കേണ്ട നടപടിക്രമം. ഈ പ്രതിപക്ഷത്തിന്റെ ഇപ്പോൾ നയിക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധി ദീർഘകാലം പാർലമെന്ററി സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഒട്ടേറെ കഴിഞ്ഞ ലോക്സഭയിലെ കാര്യം എടുക്കുക, അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. അതിനു മുമ്പും പാർലമെന്ററി നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുക എന്ന നയമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. അതിനെതിരായി ദേശീയ ദിനപത്രങ്ങൾ മുഖപ്രസംഗങ്ങൾ എഴുതി ഞാനത് ഇപ്പോൾ ഓർക്കുകയാണ്. ചോദ്യോത്തര വേള ലോക്സഭയിൽ നടന്നിട്ടേയില്ല. അത് തടസ്സപ്പെടുന്നതിൽ ഓം ബിർള രോഷം പൂണ്ടു. അദ്ദേഹത്തിന്റെ രോഷത്തിന് അർത്ഥമുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും പാർലമെന്ററി നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ ഉപദേശിച്ചിട്ടില്ല എന്ന് പ്രാഥമികമായി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണവും ഈ സമീപനത്തിൽ അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾക്ക് സാങ്കത്യമുണ്ട്. സത്യത്തിൽ പാർലമെന്ററി നടപടികൾ, ചോദ്യോത്തര വേള ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളിലും പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ അമിത്ഷായുടെ അസാന്നിധ്യത്തെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മിണ്ടാത്തതിനെ നിങ്ങൾക്ക് പാർലമെന്ററി വേദിയിൽ വെല്ലുവിളിക്കാം. അല്ലാതെ ഇതേപോലെ ബഹളമുണ്ടാക്കി പുറത്തു വന്ന് നാടകം കളിക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. പ്രതിപക്ഷം തന്നെയാണ് പാർലമെന്റിനെ ഒരു കളിപ്പാട്ടമാക്കുന്നത് അല്ലെങ്കിൽ അപഹാസ്യ സ്ഥാപനമാക്കുന്നതിൽ അവർക്കും പ്രധാനപ്പെട്ട പങ്ക് ഇക്കാര്യത്തിലുണ്ട്. ധനവിനിയോഗ ബിൽ 2 മിനിറ്റ് കൊണ്ടാണ് പാസ്സാക്കിയത്. ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയൊക്കെ ഈ പ്രതിപക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സുവർണ അവസരമാണ്. അത് നഷ്ടപ്പെടുത്തി. ലോക്സഭയിൽ 6 ബില്ലുകളും രാജ്യസഭയിൽ 5 ബില്ലുകളും ഇങ്ങനെ ക്ഷണനേരം കൊണ്ടാണ് പാസ്സാക്കിയെടുത്തത്. സത്യത്തിൽ ഇവർ വിമർശിക്കുന്ന ഭരണപക്ഷത്തെ ഈ നടപടികളിലൂടെ അവർ സഹായിക്കുകയാണ് ചെയ്തത്. കാര്യം അതിന്റെ ഒരു ബില്ലിന്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിന്റെ നാനാവശങ്ങളും പരിശോധിക്കാനുള്ള, വിമർശിക്കാനുള്ള, നിർദ്ദേശങ്ങൾ വെക്കാനുള്ള, ഭേദഗതി വരുത്താനുള്ള സുവർണാവസരം അവർ നഷ്ടപ്പെടുത്തുന്നു. പൊതുപരീക്ഷാ ക്രമക്കേടിനുള്ള ശിക്ഷ
വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലും ദേശീയ ബഹുമതി അനാദരവിനെ കുറിച്ചുള്ള ബില്ലും ചെറിയ ചർച്ചകൾ, അത് പ്രതിപക്ഷം അംഗീകരിച്ചതുകൊണ്ട് ചെറിയ സമയത്തെ ചർച്ചകളിൽ കൂടിയാണ് പാസ്സാക്കിയത്. പക്ഷെ ഇതൊന്നും പാർലമെന്ററി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നടപടിയല്ല. പാർലമെന്റിൽ നമുക്കറിയാം നല്ല പ്രതിപക്ഷ നേതാക്കളുണ്ട്. നമ്മുടെ KC വേണുഗോപാലുണ്ട്, ശശി തരൂരുണ്ട്, ഗൗരവ് ഗൊഗോയ്, അദ്ദേഹം കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ലീഡറാണ്, സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ്, അവധേഷ് പ്രസാദ് അയോധ്യയിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം, DMK-യിലെ TR ബാലു, കനിമൊഴി, രാജ്യസഭയിൽ അവരുടെ തന്നെ തിരുച്ചി ശിവ, വളരെ ശോഷിച്ചു പോയി എങ്കിലും തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജിയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന മഹുവ മൊയ്ത്ര, ഡെറിക് ഒബ്രിയൻ, സാഗരിക ഘോഷ്, ഇവരൊക്കെ നല്ല പാർലമെന്റേറിയന്മാരാണ്. രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിയുടെ സജ്ഞയ് സിംഗ്, ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യപ്പെടുന്നത്. ലോക്സഭയിൽ തന്നെ NCPയുടെ സുപ്രിയ സുലൈ, പ്രിയങ്ക ചതുർവേദി, മനോജ് ഝാ, ഒവൈസി തുടങ്ങിയവരുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. കേരളത്തിൽ നിന്നുള്ള 20 MP-മാരിൽ സുരേഷ് ഗോപിയെ ഒഴിച്ചുള്ളവരെല്ലാം BJPക്കെതിരായി സംസാരിക്കേണ്ട ആൾക്കാരാണ്. ഒരാൾ K രാധാകൃഷ്ണനാണ്, CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ് അദ്ദേഹം. ബാക്കി 18 പേരും UDF-ന്റെ MP-മാരാണ്. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് CPM-ന്റെ നേതാവ്, CPI-യുടെ P സന്തോഷ് കുമാർ, ഈ 2 പേര് ഒഴികെ കുഞ്ഞുമാണി, KM മാണിയെ പോലെയുള്ള KM മാണിയുടെ മകൻ ജോസ് K മാണിയെ പോലെയുള്ള രാജ്യസഭാ അംഗങ്ങളുണ്ട്, റഹീമിനെ പോലെയുള്ള രാജ്യസഭാ അംഗങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ അപമാനകരമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അവർ എന്തെങ്കിലും ലോക്സഭയിൽ വാ തുറക്കുന്ന അവസരങ്ങൾ അപൂർവമാണ്. K സുധാകരനെ പോലെയുള്ള മുൻ KPCC അധ്യക്ഷനെ പോലെയുള്ള ഒട്ടേറെ മുതിർന്ന MP-മാരും ലോക്സഭയിൽ പോയി കോൺഗ്രസിന്റെ MP-മാരായി ചുമ്മാതിരുന്ന് പോകുന്നു എന്നതുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. കാര്യങ്ങൾ പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനത്തെ MP-മാരെ നോക്കുക. ഞാൻ 3 പേരുടെ പേര് പറഞ്ഞു. അവർക്കെല്ലാം, അവരെയെല്ലാം ഒരുപക്ഷെ കേരളത്തിലെ MP-മാരെ അറിയുന്നതിനെക്കാട്ടിൽ കൂടുതൽ കേരളീയർ ഈ DMK-യുടെ MP-മാരെ അറിയും. കനിമൊഴിയുടെ പ്രസംഗങ്ങൾ പാർലമെന്റിൽ ചരിത്രമാണ്. തിരുച്ചി ശിവ, TR ബാലു ഒക്കെ നല്ല പാർലമെന്റേറിയന്മാരാണ്. അപ്പൊ പാർലമെന്ററി വേദികൾ അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. 1957-59 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അത് ഒരു ആത്മകഥയിൽ ഞാൻ വായിച്ചതാണ്. ഗോപാലകൃഷ്ണ മേനോൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ യുവ MLA ആണ്. അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് തൃശ്ശൂർ ജില്ലയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അവിടെ പോയപ്പോൾ അത് വിവാഹ ചടങ്ങാണ്. ആൾക്കാർ കൂടിയിട്ട് പറഞ്ഞു, സഹാവ് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് വിദ്യാഭ്യാസ ബില്ലിന്റെയും ഭൂപരിഷ്കരണ നിയമ ബില്ലിന്റെയും ഒക്കെ തീവാറുന്ന ചർച്ചകൾ തിരുവനന്തപുരത്ത് അസംബ്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായി. സഹാക്കൾ പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, അടുത്ത വണ്ടി കയറി തിരുവനന്തപുരത്തിന് വിട്ടോളൂ. അവിടെ വലിയ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് കല്യാണത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. അതായിരുന്നു കേരളീയരുടെ അക്കാലത്തെ രാഷ്ട്രീയ ബോധം. ഇപ്പൊ നമുക്കറിയാം MP-മാരുടെ ജോലി നാട്ടിലെ കല്യാണങ്ങൾക്കും ചാക്കാലയ്ക്കും ഒക്കെ പങ്കെടുക്കലാണ്. MLA-മാരുടെ ഒക്കെ ജോലി എന്ന് ധരിച്ച് വശായ ഒരു ജനതയും നമുക്കുണ്ട്. ജനതയുടെ രാഷ്ട്രീയ അവബോധം മാറി. അതുകൊണ്ട് തന്നെ പാർലമെന്റേറിയന്മാരുടെ, സാമാജികരുടെ പ്രവർത്തന ശൈലിയും മാറി. പക്ഷെ ഇപ്പോഴും ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് നിയമനിർമ്മാണ സഭയിലെ പാർലമെന്റ് അംഗങ്ങളുടെ വിമർശനങ്ങളും സൃഷ്ടിപരമായ ഇടപെടലുമാണ്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഭരിക്കുന്ന മന്ത്രിസഭയെ നയിക്കുന്ന പ്രധാനമന്ത്രിക്ക്, പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പാർലമെന്റിനോടും തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികളോടും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അവർ കാര്യങ്ങൾ പറയേണ്ടത് പാർലമെന്റിൽ ആയിരിക്കണം. ദൗർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷവും പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. യെസ്, എന്തായാലും സാർ പറഞ്ഞതുപോലെ പാർലമെന്ററി കാര്യ രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളതാണ്. പാർലമെന്റിൽ എന്താണോ നടക്കേണ്ടത്, കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ അത് നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യമായ രാജ്യത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പുനഃപരിശോധിക്കേണ്ട സമയം കഴിഞ്ഞു. പാർലമെന്റിൽ ഉയരുന്ന പല ചോദ്യങ്ങൾക്കും ഇൻസ്റ്റഗ്രാം റീലിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് പ്രധാനമന്ത്രിയും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.